السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിലെ നോമ്പ് അതിൻ്റെ മഹത്വം എത്രയോ വലുതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിലെ നോമ്പിന് നൽകുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത് അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് അതെനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം കണക്കാക്കുന്നവൻ ഞാനാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രതിഫലം എത്രയോ വലുതാണ്. നമുക്കൊരിക്കലും അത് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് ഈ വാക്കുകൾ നമ്മെ വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നോമ്പ് നോറ്റ വ്യക്തിക്ക് നോമ്പ് തുറക്കാൻ ആവശ്യമായ ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുത്താലോ അവനും ഈ പറയപ്പെട്ടതുപോലത്തെ പ്രതിഫലം അല്ലാഹു തആല നൽകും. അതിന് പുറമെ അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകുന്ന മഹത്വം, അദ്ദേഹത്തിന് നൽകുന്ന പ്രതിഫലം, അതും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നമ്മെ പഠിപ്പിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. മൻ ഫത്തറ ഫീഹി സായിമ, വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൽ നോമ്പനുഷ്ഠിച്ച വ്യക്തിക്ക് നോമ്പ് തുറപ്പിച്ചാൽ, അദ്ദേഹത്തിന് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം, പാനീയങ്ങൾ എല്ലാം ചെയ്തു കൊടുത്ത് അദ്ദേഹത്തെ നോമ്പ് തുറപ്പിച്ചാൽ കാന മഗ്ഫിറത്തൻ ലിദുനൂബിഹി, അത് ആ ചെയ്യുന്ന പ്രവർത്തനം, നോമ്പ് തുറപ്പിക്കുക എന്നുള്ള പ്രവർത്തനം ഈ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമായി തീരുകയും വയത്തുഖു റഖബതിഹി മിനന്നാർ, നരകത്തിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിക്കാൻ അത് കാരണമായി തീരുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുകയും അതോടൊപ്പം നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് നരകത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർക്കുന്ന ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമാണ് നോമ്പ് നോറ്റ വ്യക്തിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. എന്നിട്ട് വീണ്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വക്കാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ ശൈഅ, നോമ്പ് നോറ്റ വ്യക്തിക്ക് അല്ലാഹു തആല എത്രയാണോ പ്രതിഫലം കൊടുക്കുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പ്രതിഫലം എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാൻ സാധ്യമല്ല. അല്ലാഹു തആല പ്രത്യേകമായി നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. മറ്റെല്ലാ ഇബാദത്തുകളെ പോലെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ പരിചയപ്പെടുത്തിയത്. നോമ്പ് അതെനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം കണക്കാക്കി നൽകുന്നവൻ ഞാനാണെന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രതിഫലം ആ നോമ്പ് നോറ്റ വ്യക്തിക്ക് ലഭിക്കുന്നത് പോലെ തന്നെ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്കും ആ പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അങ്ങനെയാണെങ്കിൽ നോമ്പ് നോറ്റ വ്യക്തിയുടെ പ്രതിഫലത്തിൽ നിന്നും എടുത്തുകൊണ്ടാണോ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്ക് അല്ലാഹു തആല കൊടുക്കുന്നത്? അല്ല, മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഅ, നോമ്പ് നോറ്റ വ്യക്തിയുടെ പ്രതിഫലത്തിൽ നിന്ന് അല്പം പോലും കുറയാതെ അല്ലാഹു തആല അവൻ്റെ ഔദാര്യം കൊണ്ട് നോമ്പ് തുറപ്പിച്ച വ്യക്തിക്കും നോമ്പ് നോറ്റ അതേ പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോമ്പ് നോറ്റൊരു വ്യക്തിക്ക് ഒരു ദിവസം നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഒരു നോമ്പുകാരൻ നോമ്പ് തുറപ്പിച്ചാൽ നരകത്തിന് രക്ഷപ്പെടാനും നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും നോമ്പ് നോറ്റ വ്യക്തികൾക്ക് അല്ലാഹു തആല നൽകുന്ന നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത വലിയ പ്രതിഫലവും നേടിയെടുക്കാനും അതുവഴി നമുക്ക് സാധ്യമാകും. അല്ലാഹു തആല ഇത്തരം സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ നമുക്കൊക്കെ അല്ലാഹു വലിയ തൗഫീഖും സൗഭാഗ്യവും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.